ഇതല്ലേ യാഥാർത്ഥ്യം? ഒരു പകൽ അത്രയും കോടതി വരാന്തയിൽ ഇരിക്കാനൊരിടമില്ലാതെ കാതുകൂർപ്പിച്ചു നിൽക്കുന്ന സ്ത്രീകളും വൃദ്ധരും രോഗികളും ഉൾപ്പെടെയുള്ള കക്ഷികളിൽ ഏറെ പേർക്കും ആകെ അറിയാനുള്ളത് കേസിന്റെ അടുത്ത അവധി എന്നായിരിക്കുമെന്ന് മാത്രമാണ്. അഭയാർത്ഥികളെ പോലെ നിൽക്കാനുള്ള അടുത്ത തീയതിയും കുറിച്ച് വീട്ടിലെത്തുമ്പോൾ നഷ്ടമാകുന്നത് ഒരു ദിവസം മാത്രമല്ല, നീതിയെക്കുറിച്ചുള്ള ജനാധിപത്യ പ്രതീക്ഷകളുമാണ്. ജില്ലാ കോടതികളിൽ 8,82,578 സിവിൽ കേസുകളിലെ ഹർജികൾ തീർപ്പാക്കാതെ കിടക്കുന്നതിൽ സുപ്രീം കോടതി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. സെപ്റ്റംബർ 25 മറ്റൊരു കണക്കനുസരിച്ച് രാജ്യത്ത് 5.34 കോടി കേസുകൾ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നു. കാരണങ്ങൾ അറിയാമെങ്കിലും പരിഹാരം സർക്കാരും കോടതിയും ചേർന്ന് അവധിക്ക് വെച്ചിരിക്കുകയാണ്. ഹർജികൾ 6 മാസത്തിനകം തീർപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഹൈക്കോടതികൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കെയാണ് കേസുകൾ വൈകുന്നത്. ഹൈക്കോടതികളിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ നിരാശപ്പെടുത്തിയെന്ന് ജസ്റ്റിസുമാരായ JB പർദിവാലയും പങ്കജ് മിത്തലും അടങ്ങിയ ബെഞ്ച് കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ നിരീക്ഷിച്ചു. നേരത്തെ ഒരു കേസിൽ 2025 മാർച്ച് 6 പുറപ്പെടുവിച്ച ഉത്തരവ് നടപ്പാക്കിയെന്ന കാര്യം പരിശോധിക്കുകയായിരുന്നു സുപ്രീം കോടതി. ഏറ്റവും കൂടുതൽ ഹർജികൾ തീർപ്പാക്കാതെ കിടക്കുന്നത് ബോംബെ ഹൈക്കോടതിയിലാണ്. 3.41 ലക്ഷം ഹർജികൾ. മദ്രാസ് ഹൈക്കോടതിക്ക് കീഴിൽ 86,148 ഹർജികളും കേരളത്തിൽ 82,997 ഹർജികളുമാണ് തീർപ്പ് കൽപ്പിക്കാതെ കാത്തുകിടക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിൽ 3,38,685 ഹർജികൾ തീർപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും തീർപ്പാക്കാതെ കിടക്കുന്ന ഹർജികളുടെ എണ്ണം ഇതിന്റെ ഇരട്ടിയിലധികമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. കർണാടക ഹൈക്കോടതി കണക്ക് പോലും കൊടുത്തിട്ടില്ല. നിലവിൽ രാജ്യത്ത് തീർപ്പാക്കാതെ കിടക്കുന്ന കേസുകൾ നാഷണൽ ജുഡീഷ്യൽ ഡേറ്റാ ഗ്രിഡിന്റെ കണക്കിലുണ്ട്. 5.34 കോടി കേസുകൾ. ജില്ലാ കോടതി വരെയുള്ള കീഴ്ക്കോടതികളിലാണ് 4.7 കോടി കേസുകളും. ഹൈക്കോടതികളിലുള്ളത് 63.8 ലക്ഷം. സുപ്രീം കോടതിയിൽ 88,251 കേസുകളുണ്ട്. കേരള ഹൈക്കോടതിയിൽ മാത്രം വിധി കാത്തിരിക്കുന്നത് 2.5 ലക്ഷത്തോളം കേസുകളാണ്. ഇതിൽ 10 മുതൽ 30 വർഷം വരെ പഴക്കമുള്ള കേസുകളുണ്ട്. ജില്ലാ കോടതികളിലും കീഴ്ക്കോടതികളിലും തീർപ്പാക്കാതെ കിടക്കുന്നത് 18.05 ലക്ഷം കേസുകളാണ്. ജഡ്ജിമാരുടെയും അഭിഭാഷകരുടെയും അഭാവം, കുറ്റവാളികളുടെ മുങ്ങൽ, സാക്ഷികളില്ലാത്തത്, വിവിധ കോടതികളിലെ സ്റ്റേകൾ, രേഖകളുടെ അഭാവം, തുടർച്ചയായ അപ്പീലുകൾ തുടങ്ങിയവയാണ് കാരണങ്ങൾ. നിസ്സാര കാരണത്തിന് പോലും കേസുകൾ മാറ്റിവെക്കുന്നത് പലപ്പോഴും നിർവികാരമായൊരു ഉദ്യോഗസ്ഥ മനോഭാവമായി മാറി. സുപ്രീം കോടതി ഇതിനെതിരെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് വലിയ വിലയൊന്നും കീഴ്ക്കോടതികളിൽ ലഭിച്ചിട്ടില്ല. ജഡ്ജിമാരുടെ ഒഴിവുകൾ സമയബന്ധിതമായി നികത്തപ്പെടാത്തത് വലിയ പ്രതിസന്ധിയാണ്. അതേസമയം ഏറെ ചർച്ച ചെയ്യപ്പെടാത്ത കാര്യങ്ങളാണ് കോടതികളുടെ അവധി ദിനങ്ങൾ. ഇത്രയേറെ കേസുകൾ കെട്ടിക്കിടക്കുമ്പോഴും മധ്യവേനൽ അവധി ഉൾപ്പെടെ കോടതികളുടെ പ്രവൃത്തി ദിനങ്ങൾ ഏകദേശം 200 മുതൽ 250 വരെ മാത്രമാണ്. ഇപ്പോൾ മധ്യവേനൽ അവധിയുടെ പേര് ഭാഗിക പ്രവൃത്തി ദിനങ്ങളെന്നാണ്. മുതിർന്ന ജഡ്ജിമാർ ഈ സമയത്ത് വാദം കേൾക്കുന്നത് പതിവില്ലെങ്കിലും ചരിത്രത്തിൽ ആദ്യമായി ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് BR ഗവായ് അവധിക്കാല ബെഞ്ചിന് നേതൃത്വം നൽകി. മുൻപ് 2 അവധിക്കാല ബെഞ്ചുകൾ മാത്രമുണ്ടായിരുന്നിടത്ത് ഇത്തവണ 21 ബെഞ്ചുകൾ ചീഫ് ജസ്റ്റിസ് നാമനിർദ്ദേശം ചെയ്തതും ആശ്വാസകരമാണ്. സമാനമല്ലെങ്കിലും സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഇതിലും അധികം ഫയലുകൾ കൂടി കണക്കിലെടുത്താൽ ഈ രാജ്യത്തെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം വിധിക്കപ്പെടാത്തൊരു തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. കോടതിയുടെ സർക്കാർ ഓഫീസുകളുടെ വരാന്തയിൽ വിഷാദ രോഗികളെ പോലെ ജനങ്ങൾ കയറിയിറങ്ങേണ്ടി വരുന്നത് ജനാധിപത്യത്തിന്റെ 2 തൂണുകളായ സർക്കാരിന്റെയും കോടതിയുടെയും ബലക്ഷയമാണ്. ഇതിനെതിരെ ഒരു ഉത്തരവും പുറപ്പെടുവിക്കാനാകാത്ത പൗരന്മാർ ആ തൂണുകൾക്ക് ചുവട്ടിൽ നിസ്സഹായരായി നിന്ന് ഹാജർ പറയുന്നു. ഇനിയും നിങ്ങൾ അവധിക്ക് വയ്ക്കുകയാണോ?